ട്രംപിനെ വധിക്കാൻ വെടിവെച്ച സംഘം മോദിയെ ഇല്ലാതാക്കാനും ഇന്ത്യയിൽ അട്ടിമറി നടത്താനും പ്ലാൻ ചെയ്ത സംഘം. ട്രംപ്, മോദി, ഇസ്രയേൽ പ്രധാനമന്ത്രി ഇവരാണ് ഭീകരന്മാരുടെ ലക്ഷ്യം. ലോകത്തെ ആശങ്കയിലാക്കി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിനു പിന്നിൽ ഇന്ത്യയിൽ അട്ടിമറിക്ക് പണമിറക്കിയ ജോർജ് സോറസിന്റെ റാഡിക്കൽ ഗ്രൂപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ റിപ്പോർട്ട് പുറത്ത്. ഡൊണാൾഡ് ട്രംപിനെതിരായ വെടിവയ്പ് നടത്തിയത് ആക്രമണകാരിയായ തോമസ് മാത്യു ക്രോക്സ് ആണ്. ഇയാൾ ഇന്ത്യയിൽ അട്ടിമറിക്ക് ശ്രമം നടത്തി ഫണ്ട് ഇന്ത്യയിലെ ഓൺലൈൻ പോർട്ടലുകൾക്ക് നൽകിയ ജോർജ് സോറസിന്റെ ഫണ്ട് ലഭിക്കുന്ന റാഡിക്കൽ ഗ്രൂപ്പായ ആന്റിഫയിലെ അംഗമാണെന്നാണ് വരുന്ന ട്വീറ്റുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ജോർജ് സോറസ് ഇന്ത്യയിലേക്ക് അട്ടിമറിക്കായി പണമൊഴുക്കിയ അമേരിക്കൻ ബില്യണറാണ്. ഇന്ത്യയിലേക്ക് 100 കോടി രൂപ മോദി സർക്കാരിനെ അട്ടിമറിക്കാനും കലാപമുണ്ടാക്കാനുമായി എത്തിച്ച് മാധ്യമപ്രവർത്തകർക്കും ഓൺലൈൻ പോർട്ടലുകൾക്കും വിതരണം നടത്തി എന്ന് മുൻ മന്ത്രി സ്മൃതി ഇറാനി ആരോപിച്ചിരുന്നു. 100 കോടി രൂപയാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ എത്തിയത്. ജോർജ് സോറസിന്റെ ഫണ്ടിംഗ് റാഡിക്കൽ ഓർഗനൈസേഷനാണ് അമേരിക്കയിലെ ആന്റിഫ എന്നാണ് പറയുന്നത്. ട്രംപിനെതിരെ നിറയൊഴിച്ച മാത്യു ക്രോക്സ് സോറോസ് ഫണ്ടഡ് റാഡിക്കൽ ഗ്രൂപ്പായ ആന്റിഫയിലെ അംഗമാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഭയപ്പെടേണ്ടത് ഇന്ത്യയും കൂടിയാണ്. ട്വിറ്ററിലെ വെരിഫൈഡ് അക്കൗണ്ടായ വിജയ് പട്ടേലാണ് ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഡിജിപബ് മാധ്യമ സംഘടനയ്ക്ക് ജോർജ് സോറസുമായി ബന്ധമുണ്ട് എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഡിജിപബിന്റെ മേധാവി പ്രബീർ പുർക്കായസ്തായ മുമ്പ് UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. ചൈനയിൽ നിന്നും ഫണ്ട് സ്വീകരിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന കേസിലായിരുന്നു. ഇതേ ഡിജിപബ് മാധ്യമ സംഘടനയിൽ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് മലയാളിയും പാലക്കാട്ടുകാരിയുമായ ധന്യ രാജേന്ദ്രൻ. ജോർജ് സോറസിന്റെ ഫണ്ട് ഇന്ത്യയിലെ ഏതൊക്കെ മാധ്യമങ്ങളാണ് കൈപ്പറ്റിയത് എന്ന് വ്യക്തമല്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുവരികയാണ്. പിടികൂടിയാൽ ഇത്തരം മാധ്യമ പ്രവർത്തകർക്കെതിരെ UAPA നിയമം അടക്കം ചുമത്തി കേസുണ്ടാകും. 100 കോടി ഫണ്ട് എത്തി എന്ന് ജോർജ് സോറസിനെതിരെ മുൻ മന്ത്രി തന്നെ ആരോപിച്ചിട്ടുണ്ട്. ഇതോടെ തെളിയുന്നത് നരേന്ദ്രമോദി, ട്രംപ്, ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു എന്നിവർക്കെതിരെ ആഗോളതലത്തിൽ ഉണ്ടാകുന്ന ഭീകരതയാണ്. ഈ 3 നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന ഭീകര പ്രവർത്തനമാണ് വ്യക്തമാകുന്നത്. അമേരിക്കയിലെ ട്രംപിനെതിരായ വധശ്രമം ഇത്തരത്തിൽ ഇന്ത്യക്കും മോദിക്കും എതിരായ ഭീഷണി കൂടിയാണ്. മോദിയെ ലക്ഷ്യമിട്ടവർ തന്നെയാണ് ട്രംപിനെ വെടിവെച്ചത്. ഇന്ത്യയിൽ അട്ടിമറി പ്ലാൻ ചെയ്തവരുടെ റാഡിക്കൽ വിഭാഗത്തിലെ അംഗമാണ് ട്രംപിനെയും ആക്രമിച്ചത്. ഇസ്രായേലിന്റെ മൊസാദ് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടുത്ത ലക്ഷ്യം ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരിക്കുമെന്ന് മൊസാദ് മുന്നറിയിപ്പ് നൽകി. നെതന്യാഹുവിന്റെ സുരക്ഷാ വലയം വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ മന്ത്രിമാർ ഇതുമായി നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെ: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഭീഷണിയുമായി മന്ത്രിമാർ താരതമ്യം ചെയ്യുന്നു. ഇസ്രായേലിലെ ഇത്തരം ഭീഷണികൾ പ്രധാനമന്ത്രിക്കെതിരായ വധശ്രമത്തിലേക്ക് നയിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. വൻ സുരക്ഷ നൽകിയില്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വധിക്കപ്പെട്ടേക്കാമെന്നും മുന്നറിയിപ്പ്. ഇതിനിടെ ഇസ്രായേലിലെ സ്ഥിതി ഇരട്ടി ഗുരുതരമാണ് എന്ന് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി സ്ലോമോ കാർഹി ഒരു പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. പ്രസിഡന്റ് ട്രംപിനെതിരെയുള്ള വധശ്രമം US-ൽ അദ്ദേഹത്തിനെതിരായ അവസാനിക്കാത്ത പ്രകോപനത്തെ തുടർന്നാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകനുമെതിരെ വധഭീഷണിയുണ്ട്. മുമ്പെന്നത്തെക്കാളും അപകടത്തിലാണ് ഇസ്രായേലിനെ നയിക്കുന്ന കുടുംബമെന്ന് അറ്റോർണി ജനറലും സ്റ്റേറ്റ് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. നിയമവിരുദ്ധ പ്രചാരണത്തിന്റെയും നേരിട്ടുള്ള ഫലമാണ് ട്രംപിനെതിരായ കൊലപാതക ശ്രമമെന്ന് ഇസ്രായേൽ പ്രവാസികാര്യമന്ത്രി അമിച്ചൈ ചിക്ലി എക്സിൽ എഴുതുന്നു. ഇസ്രായേലിൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ഭയാനകമായ ഒരു പ്രേരണാ പ്രചാരണം നടക്കുന്നു. അറ്റോർണി ജനറലിൽ നിന്നും നിയമനിർവഹണ സംവിധാനത്തിൽ നിന്നും പൂർണ്ണമായ പ്രതിരോധം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ആവശ്യമാണ് എന്നും പ്രവാസികാര്യമന്ത്രി അമിച്ചൈ ചിക്ലി എക്സിൽ കുറിച്ചു. എന്നാൽ ഇന്ത്യൻ അധികാരികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മോദിയുടെ സുരക്ഷാ വലയവും മറ്റും കരുത്തുറ്റതാണ്. മോദിയുടെ പൊതുപരിപാടികളിൽ സുരക്ഷാ നടപടികൾ കൂട്ടുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്.